ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ദിവസമായിട്ട് കമൻസ് വരുന്നുണ്ട്. വേദയുടെ സ്കൂൾ ഓപ്പണിംഗ് ആയിട്ട് പർച്ചേസിങ്ങിനൊന്നും പോയില്ലേ? സ്കൂൾ ഓപ്പണിംഗ് എന്താണ് ബാഗ്, സാധനങ്ങൾ ഇതൊന്നും വാങ്ങിയില്ലേ? ഇതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കൂ. കാരണം എല്ലാ വർഷവും ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ട്രിപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഉടനെ പോയി കുറച്ച് ആവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വേദയുടെ ബാഗും സാധനങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ആക്ച്വലി ഞാൻ ബാഗ് സാധനങ്ങളൊന്നും വാങ്ങണ്ടെന്ന് കരുതിയിരുന്നപ്പോൾ നമ്മുടെ ഒരു ചേച്ചി, അതായത് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന നമ്മുടെ സ്വന്തം ഒരു ചേച്ചി വേദയ്ക്ക് ഗിഫ്റ്റായിട്ട് ബാഗ്, ബോട്ടിൽ, പൗച്ച് ഒക്കെ അയച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്, അതെല്ലാം അയച്ചു കൊടുത്തു. അപ്പോൾ അതെല്ലാം കൂടി ഇന്നിപ്പോൾ കാണിച്ചു തരാം. വേദയുടെ ചാനലിൽ വേദ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. വേദയ്ക്ക് സ്കൂൾ തുറന്നിട്ടില്ല. വേദയ്ക്ക് ഇന്നേ സ്കൂൾ തുറക്കത്തുള്ളൂ. അതായത് വെനസ്ഡേ ജൂൺ 3-നാണ് വേദയ്ക്ക് സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ വേദയുടെ സ്കൂൾ ഐറ്റംസ്, ബാഗ്, പൗച്ച്, പെൻസില്, പെന്ന്, ബുക്ക്, വേദയുടെ യൂണിഫോം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ പിനോഫോം ആയിരുന്നു, അത് മാറി ഇപ്പോൾ കോട്ടൺ പാൻസും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ജസ്റ്റ് കാണിച്ചു തരാം. അതിന് മുന്നേ വേദയ്ക്ക് എല്ലാ വർഷവും സ്കൂളിൽ തുറക്കുമ്പോൾ ഒരു പടി കിട്ടാറുണ്ട് കേട്ടോ. അമ്മയും അച്ഛനും ചീമയും എന്തെങ്കിലും കൊടുക്കാറുണ്ട്. ചീമ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷമാണ് വേദയ്ക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അമ്മയും അച്ഛനും കൂടി കൊടുക്കും. ചീമേസ് അച്ഛനും കൂടി ചേർന്നിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞു ഗിഫ്റ്റ് എപ്പോഴും വേദയ്ക്ക് വാങ്ങിക്കൊടുക്കും. സത്യം പറഞ്ഞാൽ വേദയ്ക്ക് ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്ത ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ പോലും ആരും ചെയ്യാത്ത ഓരോ കാര്യങ്ങളാണ് ചെയ്തു തരുന്നത്. അത് വേദയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അമ്മ 500 രൂപ കൊടുത്തു, അച്ഛൻ 500 രൂപ കൊടുത്തു. ചീമ വേദയ്ക്ക് ഒരു വാച്ചാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത് കേട്ടോ. അത് അച്ഛനും അമ്മയും ഒരിക്കലും എല്ലാ വർഷവും നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങിയ വർഷം മുതൽ എല്ലാ വർഷവും മറക്കാതെ കൊടുക്കും. അഥവാ മറന്ന വേദ ഓർമ്മിപ്പിക്കും കേട്ടോ, അത് വേറെ കാര്യം. ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് മുന്നേ തന്നെ അവർ കൊടുത്തോളും. അപ്പോൾ അങ്ങനെയാണ്. അതൊക്കെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നമ്മളും ഒക്കെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ നമ്മുടെ കയ്യിൽ പൈസയൊക്കെ വെച്ച് തരുമ്പോൾ, സാധനം വാങ്ങാനൊക്കെ തരുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മൾ ഓൾറെഡി സാധനമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞുവെങ്കിലും വേദ കൊണ്ടുവന്ന് അത് പോക്കറ്റ് മണിയായിട്ട് ഇട്ടേക്കും കേട്ടോ. അതിന് ഞാനൊരു എമൗണ്ട് ആകുമ്പോൾ വേദയ്ക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. വലിയൊരു എമൗണ്ട് ആകുമ്പോൾ അത് ഞാൻ അക്കൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ വേദയുടെ വലുതാകുമ്പോൾ വേദയുടെ സ്റ്റഡീസിനോ അവളുടെ കല്യാണത്തിനോ ഒക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അത്യാവശ്യം എല്ലാവരും ഒക്കെ ഇങ്ങനെ വിഷു കൈനീട്ടമായിട്ടും ഓണത്തിനും ഇതുപോലെയൊക്കെ കൊടുക്കുന്ന കാശ് 500 രൂപ വെച്ച് ഇപ്പോൾ എന്തായാലും കിട്ടും. വേറെ 500 രൂപ കുറഞ്ഞ് കൈ പറ്റത്തില്ല കേട്ടോ. ആദ്യമേ പറയും എനിക്ക് 500 രൂപ മതിയേ എന്ന് പറയും. അതുകൊണ്ട് 500 രൂപ വെച്ചൊക്കെ കൊടുക്കുമ്പോൾ ഒരു 4-5 പേര് 500 രൂപ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് ആയില്ലേ. അത് ഒരു 2-3 വർഷം ആകുമ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും. അതിനെ ഞാൻ കൊണ്ടുവന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും കേട്ടോ. അത് അവളുടെ അക്കൗണ്ടിലാണ്. അതിൽ ATM കാർഡോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു അക്കൗണ്ട് മാത്രമാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ 2 ദിവസം മുന്നേ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ്, അതിപ്പോൾ ഇട്ടു. ബാക്കി വിശേഷങ്ങൾ പുറകെ കാണാം. അതിന് മുന്നേ ഒരു കുഞ്ഞ് സ്കിൻ കെയർ. എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക. അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക. ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയെന്ന് വയ്ക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ. പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തു തരുന്നത് കേട്ടോ. കാശൊന്നും വാങ്ങില്ല. ഈ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ. സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി. പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അതായത് ഡയറ്റ് പ്ലാൻ, എത്ര വെള്ളം നമ്മളൊരു ദിവസം കൺസ്യൂം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്ട്സ് വാങ്ങിയെന്നിരിക്കട്ടെ, അതൊരു 3 മാസം വരെയൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് അതൊരു വർത്ത് പർച്ചേസിങ്ങും ആണേ. എന്തായാലും ഞാൻ ക്യൂർ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ. അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 100 ഓഫായിട്ട് കിട്ടും കേട്ടോ. വേദയുടെ റൂമിലേക്ക് പോകാം. എല്ലാ സാധനവും വേദയുടെ റൂമിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ഈ ഹോം ടൂർ ചെയ്തപ്പോൾ റൂമുകളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വളരെ പണ്ട്. അതിനി നമുക്ക് ഒരു ദിവസം നമ്മുടെ ഹോം ടൂർ ഒന്നുകൂടെ കാണിക്കാം. അന്ന് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു, എങ്കിലും വ്യൂ കൂടുതലായിരുന്നു. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടി നമുക്ക് ഹോം ടൂർ കാണിക്കാം. ഇന്നിപ്പോൾ ഹോം ടൂർ അല്ല, വേദയുടെ സാധനങ്ങൾ. വേദ എന്തോ ഭയങ്കര ജോലിയിലാണ്. ഇതാണ് വേദയുടെ റൂം. വേദയ്ക്കൊരു ഓപ്പൺ ബാൽക്കണിയൊക്കെ ഉണ്ട്. ഇതിന്നിപ്പം ഇങ്ങോട്ട് കയറിയോണ്ട് ഞാനിതിവിടെ കാണിക്കുന്നു എന്നേ. ഇവിടെ നോക്കിയാൽ മൂക്കുന്നി മലയൊക്കെ അതിഗംഭീരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല വ്യൂ ആണ്. ഇവിടെ ഗ്ലാസ് ചെയ്ത് മൂടിയിരിക്കുക കേട്ടോ. മഴവെള്ളം ഫുൾ ഇങ്ങോട്ടേക്ക് വീഴുന്നതുകൊണ്ട് ഗ്ലാസ് ചെയ്തേക്കാണേ. ശരി, നമുക്ക് നമ്മുടെ മെയിൻ വീഡിയോയുടെ കണ്ടന്റിലേക്ക് കിടക്കാം. അപ്പോൾ വേദയ്ക്കുള്ള സാധനങ്ങളൊക്കെ, സ്കൂളിൻ്റെ പുതിയ സാധനങ്ങളൊക്കെ എടുത്തു വയ്യേ. ഇതാണ് വേദയ്ക്ക് വേദയുടെ ആൻറ്റി ഗിഫ്റ്റ് ചെയ്ത സ്കൂൾ ബാഗ് കേട്ടോ.
കഴിഞ്ഞ വർഷത്തെ ബാഗ് എവിടെയാടാ? താഴെയിരിക്കണം. നല്ല ബാഗ് കേട്ടോ. അത് അവളിപ്പോൾ ട്യൂഷനും ഉണ്ടോ എടുക്കുന്നു എന്ന് തോന്നുന്നു. അകത്ത് ഇങ്ങനെ പിങ്ക് കളറൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു പൗച്ചൊക്കെ വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ പൗച്ച് എന്തിൻ്റെ? അതെ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് മണി ഇതാക്കാൻ. ഇതെന്തിനാ ഈ അമ്പർല എടുത്ത് വെച്ചേക്കുന്നത്? അംബ്രല്ല. ഇതൊക്കെ നമ്മുടെ ഇവിടെ എന്തോ വെറുതെ ആവശ്യത്തിന് വാങ്ങിച്ചു വെച്ച അംബ്രല്ല കേട്ടോ. ഇതാണ് വേദയുടെ ബാഗ്. ഇത് ഈ ബാഗിന് റെയിൻ കോട്ട് ഉണ്ടെന്ന് പറഞ്ഞ ഇവിടെ താഴെ താഴെന്ന് പറഞ്ഞ ഓ ഇവിടെ ഈ സെറ്റപ്പ് ഇത് ഞാൻ കണ്ടില്ല കേട്ടോ. ഇതൊക്കെ നീ എങ്ങനെ കണ്ടുപിടിച്ച്? ഓ, ബാഗിനൊരു റെയിൻ കോട്ടൊക്കെ ഉണ്ട് കേട്ടോ. വളരെ നല്ല കാര്യം. അപ്പം ഇതാണ് വേദയുടെ സ്കൂൾ ബാഗ്. അടുത്ത വാട്ടർ ബോട്ടിൽ. ഇതാണ് വേദയുടെ സ്റ്റഡി ടേബിൾ കേട്ടോ. കാണിച്ചു കൊടുക്കാം. വേദയുടെ ബുക്സ്, സാധനങ്ങൾ, സ്റ്റേഷനറീസ് എല്ലാം വച്ചിരിക്കുന്ന ഒരു സ്റ്റഡി ടേബിൾ. ഇതിങ്ങനെ ഇവിടെ വെച്ച് എഴുതാൻ പറ്റും. ഫോൾഡ് ചെയ്ത് കാണിച്ചു, ഫോൾഡ് ചെയ്ത് മടക്കാൻ പറ്റും. ഇതിലൊക്കെ എന്തോന്നൊക്കെ ഒട്ടിച്ച് വെച്ചേക്കാണ് കേട്ടോ. എന്തൊക്കെയോ ആവശ്യമുള്ളതും ഇല്ലാത്തതും ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതാണ് വേദയുടെ ക്യൂട്ട് ബോട്ടിൽ. വേദയ്ക്ക് വേദയുടെ ആൻറ്റി അയച്ചു കൊടുത്ത, ആൻറ്റിയുടെ പേര് പറയുന്നത് ആൻറ്റിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. എനിക്ക് ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയുടെ പേര് പറയുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് പേര് എടുത്ത് പറയാത്തത്. ഇത് ആ ചേച്ചി വേദയ്ക്ക് വാങ്ങിക്കൊടുത്ത അടിപൊളി ഒരു ഫ്ലാസ്ക് ടൈപ്പ് ബോട്ടിലാട്ടോ. വേദാ മനോജ് എന്നൊക്കെ എഴുതി. ഈ വേദാ മനോജ് എന്ന് എഴുതിയിരിക്കുന്ന പോകത്തില്ല കേട്ടോ. അത് ഇതിൻ്റെ മുകളിലാണ് പെയിൻറ്റ് വന്നിട്ടുള്ളത്. ഇത് ആ ബോട്ടിലിൻ്റെ ഷെയ്ഡാണ് ഈ വേദാ മനോജ് എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തിനി എന്തോന്ന്? പൗച്ച്, പെൻസിൽ പൗച്ച്. നമ്മൾ വാങ്ങിയ പോലും ഇത്രയും നല്ല പൗച്ച് വാങ്ങത്തില്ല കേട്ടോ. സീരിയസ്ലി വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് വേദയുടെ പെൻസിൽ, വൈറ്റ്നർ സ്കൂളിൽ യൂസ് ചെയ്തുവിടല്ല, സ്കെയില്, ഷാർപ്നർ. നീ ദിയയ്ക്കും അമ്മു തേനൂന്നൊക്കെ വാങ്ങിയ പെണ്ണ് കൊടുത്തായിരുന്നാ? എന്ത് ഇന്ന് കൊടുക്കണം കേട്ടല്ല. ഇതാർക്ക് കൊടുക്കാൻ എടുത്ത് വെച്ചേക്കണ? സ്കൂളിലെ ഫ്രണ്ട്സിന് കൊടുക്കാം. പെന്ന്, സ്റ്റിക്കി നോട്ട്. ഇത്രയാണ്. ഇനി എന്തുണ്ട്? വേദയുടെ യൂണിഫോം കാണിച്ചോട്. ഇത് സോക്സ്. ഇത് ഒരു ടവൽ, കഴിഞ്ഞ വർഷത്തെ ടവലാണേ. ഷർട്ട് അവൾക്ക് മടക്കാൻ പാടാണ്ടാണേ. ദെൻ കോട്ട്. യൂണിഫോം ഇട്ടിട്ട് ഉള്ള വീഡിയോ നാളെ കാണിക്കാവേ. കോട്ട്, പിന്നെ പാൻസ് ആണ് വരുന്നത്. മടക്കാടാ, വീഡിയോ എടുത്തിട്ട് നമുക്ക് മടക്കാം. പാൻസ് കൂടെ. എന്തോന്ന് കൊച്ചേ, നീ ഇന്നലെ നിൻ്റെ ചാനലിട്ടല്ല, പിന്നെന്ത്? അങ്ങനെ തന്നെയാണ്. ഇതാണ് വേദയുടെ പാൻസ്. പിന്നെ ഷൂസും വരും. പിന്നെ നോട്ട്സും ബുക്കും എല്ലാം റെഡിയാണ്. എല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ സ്കൂളിലെ ഇത് തന്നെ വെച്ചിട്ടുള്ള കവറാട്ടോ. ഇതിട്ടാണ് കവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വേദയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ. പിന്നെ കുറേ പെൻസില്, പെന്ന് അങ്ങനെയൊക്കെ വാങ്ങി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ വേദയ്ക്കുള്ളൂ. ഇത് ഫുൾ വേദയുടെ സാധനങ്ങളാട്ടോ. അത് നമുക്ക് ആ ബോക്സിനകത്തൊക്കെ എന്തൊക്കെയോ ചവറ് സാധനങ്ങൾ, ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതും അതും ഇത്. നമ്മളന്ന് പോയപ്പോൾ കുറേ ഇതൊക്കെ വാങ്ങിച്ചു. അസൈൻമെൻറ്റ് പേപ്പർ, ഗ്രാഫ് ബുക്ക് ഒക്കെ വാങ്ങി. ഇത് വേദയുടെ ആക്രി ഐറ്റംസ്. അതിൽ ഇത് കാണില്ലേ, ഇതെന്ത് ചെയ്യാനുള്ളത്? ഇത് ക്രോഷ്യ ചെയ്യാനുള്ള സാധനങ്ങൾ. ഇത് കഴിഞ്ഞ ദിവസം ഇത്രയും വലുതായ വേദ കഴിഞ്ഞ ദിവസം അവളുടെ അച്ഛനെ കുറ്റി വെച്ച് വാങ്ങിയ സാധനമാണ്. ഇതിൽ എനിക്കറിയില്ല എന്തിനാണെന്ന്. ഇത്രയും വലുതായ കൊച്ചിന് കളർ അടിക്കാൻ സാധനം, ക്രാഫ്റ്റ് ചെയ്യാൻ സാധനം. ക്രാഫ്റ്റാണ്. ഇതൊക്കെയാണ് വേദയുടെ പരിപാടികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇതിലിനിയില്ല. സോ ഇതൊക്കെ വേദയുടെ ടോയ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ വാരി കളഞ്ഞു. കുറേയൊക്കെ ഈ കുഞ്ഞു ടോയ്സ് ഉണ്ടല്ലോ, അതെല്ലാം ആക്രിക്കാരന് കൊടുത്തിട്ട്. ഇങ്ങനെ ഈ കിൻഡർ ജോയ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുമ്പോഴത്തെ ടോയ്സ് ഉണ്ടല്ലോ, അതെല്ലാം. ഇതാണ് ഇപ്പോൾ വേദയുടെ റൂം. നമുക്കൊരു ദിവസം റൂം ടൂർ ചെയ്യാം. വേദ രാവിലെ എഴുന്നേറ്റ് വേദയെ കൊണ്ട് ഞാൻ ഫസ്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ് ബെഡ്ഷീറ്റ് മടക്കി വെപ്പിക്കുക എന്നുള്ളത്. അതവൾ ചെയ്യും. ചില ദിവസങ്ങൾ മടി പിടിച്ച് എവിടെയെങ്കിലും പോണ ദിവസങ്ങളിലാണെങ്കിൽ പിന്നെ ചെയ്യത്തില്ല, അവിടെ ഇട്ടേക്കും കേട്ടോ. അപ്പോൾ ഞാൻ വഴക്ക് കൊടുക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്യൂർ സ്കിന്നിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ.